Dear students, construction management and safety engineering എന്നുള്ള സബ്ജക്റ്റിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാർട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, നമുക്കിതിൽ എന്താ വരുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഡെഫിനേഷൻ പറയുന്നത്. വാട്ട് തിങ്സ് ദേ ഓൾ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. ദേ വിൽ ബി എംപ്ലോയിങ് പീപ്പിൾ, ഡെവലപ്പിംഗ് ദെയർ റിസോഴ്സ്, ദെൻ ഉള്ള സർവീസസ് യൂട്ടിലൈസ് ചെയ്യും, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്, ജോബും ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സും ആയിട്ട് പീപ്പിളിനെ എംപ്ലോയ് ചെയ്യുന്നതും അവരുടെ റിസോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ സർവീസസ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് വരുന്നത്. ദെൻ we can discuss about the sources of recruitment. നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 2 സോഴ്സസ് വരുന്നുണ്ട്, ഇൻറ്റേർണൽ സോഴ്സസ് ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ സോഴ്സസ്. ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിതിൻ ദ ഓർഗനൈസേഷൻ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻറ്റേർണൽ സോഴ്സസിലെ എന്തൊക്കെയാണ് വരിക, കറണ്ട് എംപ്ലോയീസ്, അവിടെ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നവരെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരിക, അതെല്ലാം എന്താണ് കറണ്ട് എംപ്ലോയി എന്നുള്ള ഇൻറ്റേർണൽ സോഴ്സസിലാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രസൻറ്റ് എംപ്ലോയീസിന് നമുക്ക് റെഫറൻസസ് എടുക്കാം അല്ലേ, അവർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും, നല്ല പൊട്ടൻഷ്യലുള്ള കാൻഡിഡേറ്റ്സിന് അവർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ബാങ്ക്സിൻ്റെ ഫോർമർ അപ്ലിക്കൻസിൻ്റെ ഡാറ്റ ബാങ്ക്സ് നമുക്ക് എന്ത് ചെയ്യാം, റിക്രൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം, ഫോർമർ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം. ഇതെല്ലാം ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എക്സ്റ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മീൻസാണ് വരിക, ഇറ്റ് വിൽ ബി ഹാവിങ് ഇറ്റ് ക്യാൻ ബി അഡ്വർടൈസിങ്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ് മുഖേനയാവാം, അല്ലെങ്കിൽ ടെമ്പററി ഹെൽപ്പ് ആവാം, ദെൻ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്, റെഫറൽസ് ആൻഡ് walk-in ഇൻ്റർവ്യൂസ് ഒക്കെ യൂസ് ചെയ്യാം, ദെൻ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്സ് ആവാം, അല്ലെങ്കിൽ കമ്പനീസ് വെബ്സൈറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം, ഫ്രീ ആൻഡ് ഫീ പേയിങ് വെബ്സൈറ്റ് സർവീസസ് അവൈലബിൾ ആണ്. ഇത് ഏതെങ്കിലും മീൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റും ഇതാണ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. Next we can discuss about human resource development, that is HRD. Okay, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഓരോ നമ്മളെ പേഴ്സൺസിനെ റിക്രൂട്ട് ചെയ്ത ശേഷം അവരെ ഇനേബിൾ ചെയ്യുക, ഒരു വർക്ക് ചെയ്യാനായിട്ടും അവരെ ഇനേബിൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദേ വിൽ ബി ഡെവലപ്പിംഗ് കോമ്പീറ്റൻസി ഇൻ ദം, അവരിൽ എന്താണ് കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യാൻ, എന്തിൻ്റെയൊക്കെ ഇതിൽ സ്കിൽസ് ആണെങ്കിലും അവരുടെ എബിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കോമ്പീറ്റൻസിയാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ കൊളീഗ്സും ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള സ്കിൽസും എബിലിറ്റീസും എല്ലാം അവർക്ക് കരിയറിലാണെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത് HRD എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെ മെക്കാനിസംസിലാണ് HRDയുടെ പ്രോസസ്സസ് വരുന്നത്. സോ അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇസ് പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വാട്ട് ഇസ് അവർ പെർഫോമൻസ്, എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുന്നത്, ഹൗ വി ആർ പെർഫോമിങ് ദി ജോബ്, ആ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അപ്രൈസ് ചെയ്യുക, നല്ലതാണെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ പെർഫോമൻസിൽ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരിക, ദെൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം എന്താണ് ഒരു HRDയുടെ ഫങ്ഷൻസ് ആണ്. ദെൻ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അത് ചെയ്യുക. ദെൻ നമ്മുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്സ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് നമുക്ക് തരിക, ഡിലേസ് ഇങ്ങനെ വരുന്നുണ്ട്, സോ യു ഹാവ് ടു ഡു ലൈക്ക് ദിസ്, അങ്ങനെ നമുക്ക് കൗൺസിലിംഗ് തരിക, സൊല്യൂഷൻസ് പറഞ്ഞു തരിക. ദെൻ കരിയർ ഡെവലപ്മെൻറ്റ്, എങ്ങനെ നമ്മുടെ കരിയറിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അതെന്താണ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് പ്രൊമോഷൻസ് ഉണ്ടോ അല്ലേ, ഇൻസെൻറ്റീവ്സും പ്രൊമോഷൻസ് എല്ലാം നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടി നമുക്ക് കരിയറിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കരിയർ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ദെൻ ജോബ് റൊട്ടേഷൻ,
ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലാതെ ഇപ്പോൾ ഒരാളുടെ ആബ്സെൻസ് വരുന്ന സമയത്തൊക്കെ എല്ലാ ജോബ്സും ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ് ഇസ് ജോബ് റൊട്ടേഷൻ. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ ജോബ് റൊട്ടേഷൻ അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ലീവായി അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണ്, സോ വി ഹാവ് ടു ഡു ദർ ജോബ്. സോ അത് നമുക്ക് അറിയണമെങ്കിൽ എന്തായിരിക്കണം, വി ഹാവ് ടു പ്രാക്ടീസ് ജോബ് റൊട്ടേഷൻ. ദെൻ വി വിൽ ബി ഗെറ്റിംഗ് റിവാർഡ്സ് ത്രൂ HR അല്ലേ. നമ്മുടെ പെർഫോമൻസ് എങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റിവാർഡ്സ് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, എവിടെന്നാണ് കിട്ടുന്നത്. ഇറ്റ് വിൽ be these all things will be handling by HR department or HRD. Why HRD? എന്താണ് HRDയുടെ ആവശ്യം? Why people need this? So the people will be competence. എപ്പോഴാണ് അവർ കോമ്പറ്റൻസിയെ വരുന്നവർക്ക് നോളേജും ആറ്റിറ്റ്യൂഡും വാല്യൂസും സ്കില്ലെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്താണ് എന്ത് വരുന്നത്, ദേ വിൽ ബിക്കം അല്ലെങ്കിൽ അവിടെ കോമ്പറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോഴാണ്. സോ ഈ എല്ലാ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ദ പേഴ്സൺ വിൽ ബി പെർഫോമിങ് ബെറ്റർ ഇത് ടാസ്ക് അല്ലേ. അവരുടെ ടാസ്ക് നല്ല രീതിയിൽ ഹയർ ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്കില്ല് പെർഫോം ചെയ്യണമെങ്കിൽ ദേ വിൽ ബി റിക്വയറിങ് കോമ്പീറ്റൻസി. സോ കോമ്പീറ്റൻസി എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ക്യാൻ ബി ഡെവലപ്ഡ് ഓൺലി ത്രൂ കണ്ടിന്യൂസ് ഡെവലപ്മെന്റ് അല്ലേ. കണ്ടിന്യൂസ് ഡെവലപ്മെന്റിലൂടെ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഓർഗനൈസേഷൻ ടു അച്ചീവ് ദർ ഗോൾസ്. നമ്മുടെ പീപ്പിൾ കോമ്പീറ്റൻസീസ് ആയിക്കഴിഞ്ഞാൽ ഓർഗനൈസേഷന് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. Then HRD is needed by every organization that is interested in. എന്തൊക്കെ ഓർഗനൈസേഷനിലാണ് HRD ആവശ്യം വരുന്നത്? ഇൻ ഓർഡർ ടു സ്റ്റെബിലൈസ് ചെയ്യാൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ സ്റ്റെബിലൈസ് ചെയ്യാനോ അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈ ആണോ. എന്താണ് ഡൈവേഴ്സിഫൈങ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു സ്കില്ലുള്ള പേഴ്സൺസ് മാത്രമല്ല ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരുപാട് സ്കിൽസും അബിലിറ്റീസും ഉള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഡൈവേഴ്സിഫൈങ്. ദെൻ ഇറ്റ് വിൽ ബി HRD ഫങ്ഷൻ വരുന്ന ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിൽ HRD ഒരുപാട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനെ റിന്യൂ ചെയ്തിട്ട് ഒരുപാട് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ദേ ക്യാൻ റിന്യൂ ദ ഓർഗനൈസേഷൻ. പുതിയ പുതിയ മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യാം, അങ്ങനെ കുറേ സജഷൻസ് പ്രൊവൈഡ് ചെയ്യാം, അങ്ങനെ റിന്യൂ ചെയ്തിട്ട് ആ ഓർഗനൈസേഷനെ എഫക്റ്റീവ് ആക്കാം. അതുപോലെ തന്നെ അവിടെ ഫോളോ ചെയ്യുന്ന സിസ്റ്റംസ് ആൻഡ് സർവീസസിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ then HRD will be interested in playing leadership roles. ആ ഓർഗനൈസേഷനെ ലീഡ് ചെയ്യുന്ന ആരായിരിക്കും? ഇറ്റ് വിൽ ബി HRD. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HRD. എന്തൊക്കെയാണ് ഒരു HRDയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ഇസ് HRD ഈസ് എ സിസ്റ്റം അല്ലേ. ഒരു സിസ്റ്റമായിട്ട് സിസ്റ്റമാറ്റിക്കലി ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ് HRDയിൽ വരുന്നത്. കാരണം മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ടും ഉള്ള പാർട്ടുകൾ ഉണ്ടായിരിക്കും, സബ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഇസ് എ സിസ്റ്റം. Then HRD is a planned process. Without planning nothing is possible. So HRD എന്ത് ചെയ്യും, അവർ പ്ലാൻ ചെയ്യുന്ന രീതിയിലായിരിക്കും HRD ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ഇറ്റ് ഇസ് എ പ്ലാൻഡ് പ്രോസസ് and as well as it is a lifelong process. Okay. Then HRD develops competencies at 4 levels. 4 ലെവൽസിലാണ് HRD competencies ഡെവലപ്പ് ചെയ്യുന്നത്. ഏതൊക്കെ ലെവലിലാണ്? ഒരു ഇൻഡിവിജ്വലിൻ്റെ അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും ആറ്റിറ്റ്യൂഡ്സ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഇൻഡിവിജ്വൽ ലെവലിലുള്ളൊരു കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്ട്രോങ്ങർ എംപ്ലോയർ റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ട്രസ്റ്റ് അതുപോലെ മ്യൂച്വാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്താലാണ് എന്താ നല്ല രീതിയിൽ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുള്ളൂ. സോ ആ ലെവലിലും എംപ്ലോയർ റിലേഷൻഷിപ്പ് എന്നുള്ള ലെവലിലും HRD ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ടാസ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി എ ടീം വർക്ക് അല്ലേ. ടീംസിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. ആ ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്? HRD കോമ്പീറ്റൻസി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷണൽ ലെവലിൽ നോക്കുന്ന സമയത്തും എന്ത് ചെയ്യും? സെൽഫ് റിന്യൂവിങ് മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? HRD ഡെവലപ്പ് ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് ഫങ്ഷൻസ് അറ്റ് 4 levels of competencies. Then other one is HRD is a continuous process. HRD എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്താണ് അത്? നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരം ഇറ്റ് വിൽ ബി ഫങ്ഷനിങ് കണ്ടിന്യൂസ്ലി. ഒരു പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്തു, അവർക്ക് ഇൻഡക്ഷൻ കൊടുത്തു, ട്രെയിനിങ് കൊടുത്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. So these are all the characteristics of features of HRD എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് HRD എന്ന് പറയുന്നത് ജസ്റ്റ് പ്രൊഫഷണൽ വെൽബീയിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ മോട്ടിവേഷൻ ആൻഡ് പ്രൈഡ് ഓഫ് എംപ്ലോയീസ്.
Then demand of HRD and on employees. Employees ഇന്ന കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് HRD പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്ട് വിൽ ബി ദാറ്റ്? കോപ്പറേറ്റിംഗ് വിത്ത് ഈച്ച് അതർ, എംപ്ലോയർ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, അങ്ങനെ ഒരു കോമ്പിറ്റൻസി HRD ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സോ എന്താണ്, എപ്പോഴും ഒരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം അവിടെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലും എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ സോ ദ എംപ്ലോയീസ് ഷുഡ് ബി റെഡി ടു പ്രൊട്ടക്ട് ദാറ്റ് ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഓർഗനൈസേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ. സോ ഒരിക്കലും അത് ഓർഗനൈസേഷൻ്റെ ഡിപ്രൂവ്മെൻറ്റ് കാരണമാവരുത്. ഇറ്റ് ഷുഡ് ബി, ദ ഐഡിയാസ് ഷുഡ് ബി ഇഫക്റ്റീവ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ദെൻ HRD ഷുഡ് ബി, ഓർ ദ എംപ്ലോയീസ് ഷുഡ് ഹാവ് സെൽഫ് എഡ്യൂക്കേഷൻ. ദെൻ അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഫേവറബിൾ എൻവയോൺമെൻറ്റ് ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ് ബൈ ദ എംപ്ലോയീസ്. ഇതെല്ലാമാണ് HRD എംപ്ലോയ്മെൻറ്റിൻ്റെ മീൻസ് എംപ്ലോയീസിന് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഓർ ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഫോർ HRD. എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് HRDക്ക് ഉള്ളത്? കോമ്പീറ്റൻസീസ് ഡെവലപ്പ് ചെയ്യാൻ HRD ഇറ്റ് ഇസ് വെരി മച്ച് എസെൻഷ്യൽ. അതേപോലെ തന്നെ എന്തെങ്കിലും ഈവിൽ കോൺസിക്വൻസസ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന് HRD ഷുഡ് ബി റെഡി ടു മിറ്റിഗേറ്റ്, ഫൈൻഡിങ് മിറ്റിഗേഷൻ മെഷേഴ്സ് അല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ HRDയുടെ ആവശ്യമുണ്ട്. Then when it is required to bring about system wide change, എന്തെങ്കിലും വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കവിടെ HRDയുടെ ആവശ്യമുണ്ട്. ദെൻ ഓർഗനൈസേഷനിലൊരു ക്ലൈമറ്റ്, പ്രോപ്പർ ക്ലൈമറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ദെൻ ഓൾസോ വിൽ ബി റിക്വയറിങ് HRD. ദെൻ എവിടെയൊക്കെയാണ് HRDയുടെ ഫങ്ഷൻസ് വരുന്നത്? ഫോളോയിങ് ഏരിയാസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഇസ് മാൻ പവർ പ്ലാനിങ് അല്ലേ, മാൻ പവർ പ്ലാനിങ് ആണ് വരുന്നത്. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് HRD യൂസ് ചെയ്യാം. ദെൻ പിന്നെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ള പ്രൊസീജിയേഴ്സിൽ ആ ഒരു ഓർഗനൈസേഷനിലോട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനും റിക്രൂട്ട് ചെയ്യാനും HRD ഉണ്ടാവും. ദെൻ പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടായിരിക്കും. ദെൻ കൗൺസിലിംഗ്, ദെൻ പൊട്ടൻഷ്യൽ അപ്രൈസൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫീഡ്ബാക്ക് and performing coaching, feedbacks provide and coaching തരാൻ, ട്രെയിനിങ് തരാൻ. ദെൻ കരിയർ പ്ലാനിങ് ചെയ്യാനായിട്ട്, ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ദെൻ എംപ്ലോയീസിൻ്റെ വെൽഫെയർ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട്. ദെൻ ഹ്യൂമൻ റിസോഴ്സസ് ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഒരു അവിടുത്തെ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഇൻഫർമേഷൻ, എംപ്ലോയീസിൻ്റെ ഇൻഫർമേഷൻ വിൽ ബി ഗെറ്റിംഗ് ഫ്രം HRD. സോ ഇങ്ങനെയുള്ള ഏരിയാസിലെല്ലാം ആരുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫങ്ഷൻസ് വരുന്നുണ്ട്, HRDയുടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് റിക്രൂട്ട്മെൻറ്റ്. എങ്ങനെയാണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്താ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റിക്രൂട്ട്മെൻറ്റിൽ വരുന്നത്. എന്താണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ഒരു ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഓരോ ജോബിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആവശ്യമാണ്. സോ നമ്മൾ ഈ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള പ്രോസസ്സ് വഴി അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ റിക്രൂട്ട്മെൻറ്റ് ഗോൾസ് എന്തൊക്കെയാണ്? ക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കൻസിനെ അട്രാക്റ്റ് ചെയ്യുക, അൺക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കൻസിനെ അവർക്ക് സെൽഫ് സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. ഈ ജോബിന് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ ജോബ്, ഈ ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് അപ്ലിക്കൻസിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ദ ടു റിക്രൂട്ട്മെൻറ്റ് ജോബ്സ്. ദെൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ two-way street. എന്തൊക്കെയാണ്? ദ ഓർഗനൈസേഷൻ വിൽ ബി ലുക്കിംഗ് ഫോർ ദ കാൻഡിഡേറ്റ്സ്, അറ്റ് ദ സെയിം ടൈം അപ്ലിക്കൻസിന് എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ആണ് കിട്ടുന്നത്. സോ ഓർഗനൈസേഷൻസിനും ക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കൻസിന് ആവശ്യമാണ്. അറ്റ് ദ സെയിം ടൈം ക്വാളിഫൈഡ് ആയിട്ടുള്ള അപ്ലിക്കൻസിന് എന്താണ്? ദേ വിൽ ബി ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ വി ക്യാൻ സീ ദാറ്റ് റിക്രൂട്ട്മെൻറ്റ് ഇസ് എ two-way street. Then moving on to the recruitment process. എന്തൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? നമ്മൾ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ they will be having a recruitment process. At the same time when we are looking as a candidate, it also will be having a recruitment process.
ഓർഗനൈസേഷനിൽ നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്? ദ ഓർഗനൈസേഷൻ വിൽ ബി എ വേക്കൻസി ഉണ്ടായിരിക്കും അല്ലേ? ഓർഗനൈസേഷൻ ഒരു വേക്കൻസി ഉണ്ടായിരിക്കും. ദെൻ എന്താണ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും അവർ. Then selection process വഴി they will be evaluating the candidates. Then candidatesന് അവർക്ക് ഓക്കെ ആയെങ്കിൽ they will be trying to impress the candidates. Organization candidatesനെ impress ചെയ്യും. Then at last they will be making offers കൊടുക്കൂല, ഇത്ര പേയ്മെൻറ്റ്സ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യും. So this is the recruitment process in case of an organization. What about a candidate? Candidatesനെ സംബന്ധിച്ചിടത്തോളം എന്താണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? The candidates will be receiving education. കാൻഡിഡേറ്റ്സ് എഡ്യൂക്കേഷൻ റിസീവ് ചെയ്തു, ദെൻ ഓക്യുപ്പേഷൻ ചൂസ് ചെയ്യാണ്. ദെൻ ഫോർ ദാറ്റ് ദേ വിൽ ബി റിക്വയറിങ് സം എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ്. അവർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. ദെൻ ആഫ്റ്റർ അക്വയറിങ് ദ എക്സ്പീരിയൻസ് ദേ വിൽ ബി സെർച്ചിങ് ഫോർ ദ ജോബ് ഓപ്പണിങ്സ്. അവരെന്താണ് എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്തു, ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്തു, എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്തു, ദെൻ എന്താ ജോബ് ഓപ്പണിങ്സ് സെർച്ച് ചെയ്യാം. ദെൻ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് കണ്ടു കഴിഞ്ഞാൽ ദേ ക്യാൻ അപ്ലൈ ഫോർ ദ ജോബ്. എന്ത് ചെയ്തു, ജോബിന് അപ്ലൈ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഡ്യൂറിങ് ദ സെലക്ഷൻ പ്രോസസ് ദേ വിൽ ബി ട്രൈങ് ടു ഇംപ്രസ് ദ ഓർഗനൈസേഷൻ. അവരെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഓർഗനൈസേഷനെ ഇംപ്രസ് ചെയ്യാം. Then they will be evaluating the jobs and companies. സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. then അതെന്താ ചെയ്യുന്നത്, അവർക്ക് ആ കമ്പനിയെക്കുറിച്ചും ജോബിനെ കുറിച്ചെല്ലാം അവരെന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. if they are happy with that, what they will be doing, they will be applying for the job or else എന്താ rejecting. so depending on the evaluation, ആ ജോബ് എങ്ങനെയാണ്, കമ്പനി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യും, ജോബ് ഓഫർ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യേ റിജക്റ്റ് ചെയ്യേ ചെയ്യാം. so this is the recruitment process. Next is the sources of recruitment. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. Then what are the internal sources? ഒരു ഓർഗനൈസേഷൻ്റെ വിതിൻ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇന്റേണൽ സോഴ്സസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ജോബ് പോസ്റ്റിംഗ് ആൻഡ് ബിഡിങ്. പോസ്റ്റിംഗ് കൊടുക്കാം ജോബിൻ്റെ, ദെൻ പ്രൊമോഷൻസ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് വരുന്നുണ്ട്, എംപ്ലോയീസിനെ റെഫർ ചെയ്യാം വേറെ ആൾക്കാരെ, ദെൻ ഫോർമർ ആയിട്ടുള്ള എംപ്ലോയീസിനെയും അപ്ലിക്കൻസിനെയും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ദെൻ ഇന്റേണൽ റിക്രൂട്ടിംഗ് ഡാറ്റാബേസ്, ഓൾറെഡി റിക്രൂട്ട് ചെയ്ത ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് നടത്താം. സോ ദീസ് ആർ ഓൾ ദ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. Next one is the external sources. It includes campus recruitments, അതേപോലെ ലേബർ യൂണിയൻസ്, മീഡിയ സോഴ്സസ്, എംപ്ലോയ്മെൻറ്റ് ഏജൻസീസ്. ഇതെല്ലാം വഴി നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് ആണ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ആഫ്റ്റർ റിക്രൂട്ട്മെൻറ്റ് വിൽ ബി ഡൂയിങ് സെലക്ഷൻ അല്ലേ. എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, വെദർ വി ഹാവ് ടു അപ്പോയിൻറ്റ് ദാറ്റ് കാൻഡിഡേറ്റ് ഓർ നോട്ട്. നമുക്ക് ആ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്ത് കാൻഡിഡേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യണോ വേണ്ടയോ, അതിലോട്ട് എത്തുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. വിൽ ബി ഫൈൻഡിങ് വെദർ ദ കാൻഡിഡേറ്റ് ഇസ് ഫിറ്റ് ഫോർ ഡൂയിങ് ദാറ്റ് ജോബ്. ആ പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ബേസിക് സെലക്ഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 4. എന്തൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്, വിൽ ബി ലുക്കിംഗ് ഫോർ ദ ഫോർമൽ എഡ്യൂക്കേഷൻ. അത് കാൻഡിഡേറ്റിൻ്റെ ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ച് വിൽ ബി നോട്ടിങ് അബൌട്ട് ദ എക്സ്പീരിയൻസ്, പാസ്റ്റ് പെർഫോമൻസ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 4 കാര്യങ്ങളുടെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഇൻഡിവിജ്വലിനെ സെലക്ട് ചെയ്യുന്നത്. Then this is the selection process. It is diagrammatically represented അല്ലേ. എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ്സിൽ നോക്കിയ, ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് ഉണ്ട്. ആഫ്റ്റർ ദ പാസിംഗ് ഓഫ് ഇനീഷ്യൽ സ്ക്രീനിങ് വി വിൽ ബി മൂവിങ് ഓൺ ടു ദ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആണ്, ആ ജോബ് ഡിസ്ക്രിപ്ഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ യു വിൽ ബി ഗോയിങ് ഫോർ ദ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റ്. ദെൻ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റിലും പാസ്സായി കഴിഞ്ഞാൽ ദ കാൻഡിഡേറ്റ് വിൽ ബി ഹാവിങ് ആൻ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ദേ വിൽ ബി ചെക്കിംഗ് ഫോർ ദ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ബാക്ക്ഗ്രൗണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസിനെ കുറിച്ച്, പാസ്റ്റ് പെർഫോമൻസിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യും. അതും ഓക്കെ ആണെങ്കിൽ എന്താണ്, മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഹി വിൽ ബി ഗെറ്റിംഗ് ദ പെർമനൻറ്റ് ജോബ് ഓഫർ. ഓക്കെ, അല്ല ഇതിലിപ്പോൾ ഇനീഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ജനറൽ നോളജ്. ജനറൽ ആയിട്ടുള്ളതായിരിക്കും ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ വരുന്ന ടെസ്റ്റ് ആണെങ്കിൽ. എനിക്ക് ആ
അത് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ടെസ്റ്റിലായിരിക്കും നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിന് ഈ ഓരോ സെഷനിലും ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ദ പേഴ്സൺ വിൽ ബി റിജക്റ്റഡ് ഫ്രം ദ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്. ഓക്കെ, സോ ഇതാണ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സിൻ്റെ. Next is selection methods. Normally three most common methods ആണ് selection വരുന്നത്. First one is testing, second one is gathering information and third one is interviewing. എന്താണ് ഓരോന്നെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് അബൌട്ട് ടെസ്റ്റിംഗ്? എന്താണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ the organization will be testing the abilities. എന്തൊക്കെ എബിലിറ്റീസ് അവർ ചെക്ക് ചെയ്യും? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, നോളേജ്, സ്കിൽസ്, അങ്ങനെയുള്ള എല്ലാ എബിലിറ്റീസ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് ടെസ്റ്റിങ്ങിലൂടെ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റിംഗ്, പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ്, physical ability testing, integrity test, then a drug test, work sample testing. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് വരുന്നുണ്ട്. എന്താണ് കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാമെന്നുള്ളത്. സോ ഇറ്റ് വിൽ ബി എക്സാമ്പിൾ വിൽ ബി ദ ഇൻ്റലിജൻസ് ടെസ്റ്റ്. സോ ഹൗ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് പ്രോബ്ലംസ്, ഓരോ പ്രോബ്ലംസ് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു, ഹൗ വി ആർ സോൾവിങ് ഇറ്റ്. സോ ഇതാണ് കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാൻ തയ്യാറാവുന്നു. സോ ദിസ് ഇസ് ദ കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റിംഗ്. സോ ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റിംഗ്. നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നതാണ് ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ മസ്കുലർ സ്ട്രെങ്ത്, അതുപോലെ കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ്, കോർഡിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ ടെസ്റ്റിംഗിൽ മെഷർ ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ ഇസ് പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ്. അതെന്താണ്? നമ്മളെങ്ങനെ ഇമോഷൻസ്, നമ്മുടെ ഏത് രീതിയിൽ നമ്മൾ തോട്ട്സ് നമ്മുടെ പോകുന്നു, ചിന്തിക്കുന്നു, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ്, ബിഹേവിയർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിങ്ങിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റഗ്രിറ്റി ടെസ്റ്റിംഗ്. നമ്മളൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ടൈമിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, വെദർ വിൽ ബി ഡിസോണസ്റ്റ്, നമ്മൾ സത്യസന്ധമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ചാൻസസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെഷർ ചെയ്യുന്നതാണ് ഇൻറ്റഗ്രിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഡ്രഗ് ടെസ്റ്റിംഗ് ആണ്. ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്വയർഡ് സാമ്പിളിനനുസരിച്ചിട്ട് ഇല്ലീഗൽ സബ്സ്റ്റൻസസിനുള്ള ടെസ്റ്റിംഗ് ആണ് ഡ്രഗ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വർക്ക് സാമ്പിൾ ടെസ്റ്റിംഗ് ആണ്. നമ്മൾ സം എലമെൻറ്റ്സ് ഓഫ് ദി ജോബ് നമുക്ക് തന്നിട്ട് അതിൽ നമ്മളെങ്ങനെ വർക്ക് സാമ്പിളിൽ വർക്ക് ചെയ്യുന്ന എന്നുള്ളത് മെഷർ ചെയ്യാൻ, നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടെസ്റ്റാണ് വർക്ക് സാമ്പിൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സെലക്ഷൻ മെത്തേഡ്സിന് ടെസ്റ്റ് സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഇനീഷ്യൽ സ്ക്രീനിങ് വരുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. Then next one is information gathering. Information gathering means we will be collecting the information and based on that informations we will be doing selection process. അപ്പോൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ്, ഏതൊക്കെ ഫോമിലായിരിക്കും നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ആപ്ലിക്കേഷൻ ഫോംസ്, റെസ്യൂമീസ്, ബയോഗ്രാഫിക്കൽ ഡാറ്റ ആൻഡ് റെഫറൻസ് ചെക്കിങ്. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേഴ്സൺ അല്ലെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് റെസ്യൂമേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഓർഗനൈസേഷനിലാണോ വി ആർ ഗോയിങ് ഫോർ ദ റിക്രൂട്ട്മെൻറ്റ് ഇൻ്റർവ്യൂസ്, അവരെന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഫോംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എൻ്റർ ചെയ്യും. Then based on that application forms they will be ranking the candidates. ആ റാങ്ക്സിൻ്റെ ബേസിസിൽ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തും. ദെൻ റെസ്യൂമേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ആർ ദ ആപ്ലിക്കേഷൻ ഫോംസ് ദാറ്റ് വി ആർ പ്രിപ്പയറിങ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന
എന്താ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതാണ് റെസ്യൂമേ എന്ന് പറയുന്നത്. അത് പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു അപ്ലിക്കേഷൻ ഫോം പോലെ. അപ്ലിക്കേഷൻ ഫോം ആകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കുന്ന ഡീറ്റെയിൽസ് എൻട്രി ചെയ്താൽ മതി. പക്ഷെ റെസ്യൂമേസിലാകുമ്പോൾ എന്താണ് നമ്മളായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബയോഗ്രഫിക്കൽ ഡാറ്റയാണ്. ബയോഗ്രഫിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേഴ്സൺസിൻ്റെ ബിഹേവിയർ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഈവൻസിൻ്റെ ഡാറ്റയാണ് ബയോഗ്രഫിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. സോ ആ ബയോഗ്രാഫിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ടും സെലക്ഷൻ പ്രോസസ്സ് നടത്താം. ദെൻ റെഫറൻസ് ചെക്കിങ്. ഇപ്പോൾ നമ്മൾ റെസ്യൂമേസ് കൊടുക്കുന്ന ടൈമിൽ ഒക്കെ നമ്മൾ എന്ത് കൊടുക്കും, റെഫറൻസസ് കൊടുക്കാറുണ്ട്. സോ റെഫറൻസസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ റെഫർ ചെയ്യുന്ന പേഴ്സൺസിൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും നമുക്ക് കൊടുക്കാം. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൊടുത്തു കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു നോ അബൌട്ട് അസ്, നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ ദേ ക്യാൻ കോൺടാക്ട് ദാറ്റ് പേഴ്സൺസ്. സോ ദേ വിൽ ബി ഗിവിങ് ദ ഫീഡ്ബാക്ക് അബൌട്ട് അസ്. അത് നമ്മുടെ ടീച്ച് ചെയ്ത ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ മുന്നേ വർക്ക് ചെയ്ത ഓർഗനൈസേഷൻ്റെ സുപ്പീരിയേഴ്സ് ആവാം. സോ അങ്ങനെയുള്ളവരെ നിന്ന് നമുക്ക് എന്താ നമ്മുടെ റെഫറൻസ് അവർക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് റെഫറൻസ് ചെക്കിങ്. സോ ത്രൂ ദീസ് മെത്തേഡ്സ് വാട്ട് വി ക്യാൻ ഡു, സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ക്യാൻ ബി ഡൺ. ദെൻ തേർഡ് വൺ ഇസ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂയിലൂടെ എങ്ങനെയാണ്, നമുക്ക് നോർമലി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ട് ദ ഇൻ്റർവ്യൂവർ വിൽ ബി ആസ്കിങ് ദി ക്വസ്റ്റ്യൻസ് depending on the answers given by the candidate. Selection process can be done. അപ്പോൾ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന 2 ടൈപ്സ് വരുന്നുണ്ട് മെയിനായിട്ട്. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസും അതേപോലെ തന്നെ അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസും. സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേണിൽ ചോദിക്കുന്ന സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നൊരു ഇൻ്റർവ്യൂ ആണ് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ആസ്കിങ് ടു സെൽഫ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാത്തൊരു ഇൻ്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻ്റർവ്യൂവർ. സോ സ്ട്രക്ചർഡ് ഇൻ്റർവ്യൂസ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു 2: situational interview and behavioral interview. So situational interview എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻസ് അവർ ഇമാജിൻ ചെയ്യാൻ പറയും, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടൊരു സിറ്റുവേഷൻസ് പറയും. സോ അതിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് സിറ്റുവേഷണൽ ഇൻ്റർവ്യൂവിൽ വരുന്നത്. ബിഹേവിയറൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ പാസ്റ്റ് സിറ്റുവേഷൻസ് ഹൗ യു ബിഹേവ്ഡ്, അതാണ് ബിഹേവിയറൽ ഇൻ്റർവ്യൂവിൽ വരുന്നത്. നമ്മളെങ്ങനെ മുന്നുള്ള സിറ്റുവേഷൻസിൽ ബിഹേവ് ചെയ്തു അതിൻ്റെ ഒരു അനാലിസിസ് എല്ലാമാണ് ബിഹേവിയറൽ ഇൻ്റർവ്യൂവിൽ വരുന്നത്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദ ടോപ്പിക് HR ഇൻഡക്ഷൻ. നമ്മളെന്താണ് ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്തു, സെലക്ഷൻ നമ്മളെ അവിടെ അപ്പോയിൻറ്റും ചെയ്തു. നെക്സ്റ്റ് വിൽ ബി ഹാവിങ് ആൻ ഇൻഡക്ഷൻ പ്രോസസ്. ആ കാൻഡിഡേറ്റിനൊരു ഇൻഡക്ഷൻ പ്രോസസ്സാണ് ഉണ്ടായിരിക്കുക. എന്താണ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ? ഇറ്റ് ഈസ് ഒരു ഓറിയൻറ്റേഷൻ്റെ ഒരു മീനിങ് ആണ് ഇൻഡക്ഷൻ വരുന്നത്. എന്താ പറയുന്നത്, ഇൻഡക്ഷൻ നമ്മളൊരു പുതിയതായിട്ടൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി വിൽ ബി ഹാവിങ് സം ഫിയേഴ്സ്. എങ്ങനെയാണ് ആ വർക്ക്, ആ അറ്റ്മോസ്ഫിയറായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ സാധിക്കൂ, അവിടുത്തെ പോളിസീസും പ്രാക്ടീസസും ഒക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലേ. സോ ഇൻ ഓർഡർ ടു ഓവർകം ദീസ് ഓൾ തിങ്സ് വി വിൽ ബി ഗെറ്റിംഗ് ആൻ ഇൻഡക്ഷൻ process. സോ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്? ഇറ്റ് വിൽ റിമൂവ് ഫിയേഴ്സ്. നമ്മുടെ മനസ്സിലുള്ള പേടിയെല്ലാം അത് റിമൂവ് ചെയ്യും. സ്റ്റാഫ്സിൻ്റെ മോറൽ സപ്പോർട്ട് കിട്ടും. ദെൻ നമുക്ക് വി ക്യാൻ ഇംപ്രൂവ് അവർ വർക്ക് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ വർക്ക് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. റവന്യൂ പ്രോഫിറ്റ്സ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ ആ ഓർഗനൈസേഷൻ്റെ കൾച്ചറും വാല്യൂസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Then we will be knowing more about that organization. കുറേ ഇൻഫർമേഷൻസ് ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ജോബ് എക്സ്പെക്ടേഷൻസിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ ജോയിൻ ചെയ്യുന്ന ടൈമിൽ. സോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ജോബ് എക്സ്പെക്ടേഷൻ, ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത്, ഏത് രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ ഡെവലപ്പിംഗ് അവർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഫേവറബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളെ അഡ്ജസ്റ്റ് ആക്കാൻ, നമ്മളവിടെ അഡ്ജസ്റ്റേർഡ് ആവാനെല്ലാം ഈ ഇൻഡക്ഷൻ പ്രോസസ്സ് വഴി പോസിബിൾ ആണ്. So and what are the purposes of induction?
പ്രോസസ്സ്. എന്തൊക്കെയാണ് ഒരു ഇൻഡക്ഷൻ പ്രോസസ്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? അത് എംപ്ലോയീസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, നമ്മളെ ആ ഒരു ഓർഗനൈസേഷൻ്റെ പാർട്ടാക്കി മാറ്റുന്നുണ്ട്. യു വിൽ ബി ബിക്കമിങ് ആൻ ഇൻസൈഡർ. ദെൻ എംപ്ലോയീസിൻ്റെ ആങ്സൈറ്റീസ്, ടെൻഷൻസ് എല്ലാം മാറ്റും. ദെൻ റിയാലിറ്റി ഷോക്സ് ഉണ്ടാകുന്ന സമയത്ത് അത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ പേഴ്സണലി നമ്മൾ എന്ത് ചെയ്യും, ആ ഓർഗനൈസേഷനായിട്ട് മിങ്കിൾ ചെയ്യാൻ ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം നല്ലോണം ഹെൽപ്പ് ചെയ്യും. ദെൻ സ്റ്റെപ്സ് ഇൻ ഇൻഡക്ഷൻ പ്രോസസ്. ഒരു ഇൻഡക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് വരുന്നത്? ഫസ്റ്റ് ഓർഗനൈസേഷനിലോട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നു. നിങ്ങളാന്നുള്ളത് ഇമാജിൻ ചെയ്ത് നോക്കുക. ഓർഗനൈസേഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. സോ ത്രൂ ഇൻഡക്ഷൻ പ്രോഗ്രാം ദേ വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ഓർ വെൽക്കമിങ് യു ആൾ ടു ദ ഓർഗനൈസേഷൻ. നിങ്ങളെ ഓർഗനൈസേഷനിലോട്ട് അവർ വെൽക്കം ചെയ്യും. ദെൻ ദേ വിൽ ബി എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ കമ്പനി. ഓർഗനൈസേഷൻ എന്താണ്, കമ്പനീനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. ദെൻ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മുടെ റിക്രൂട്ടിൻ്റെ കുറിച്ച് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റും ലൊക്കേഷനും എല്ലാം നമുക്ക് കാണിച്ചു തരും. ദെൻ പുതിയ റിക്രൂട്ടേഴ്സിന് അവർ എന്ത് ചെയ്യും, കമ്പനീസ് മാനുവൽ പ്രൊവൈഡ് ചെയ്യും. ദെൻ പേ സ്കെയിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ദെൻ നമ്മുടെ കരിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോസ്പെക്ടസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ദെൻ നമുക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഇൻഡക്ഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. Then who and how do the induction? Who will be doing this induction process and how? അതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ എന്താണ്, ആരെ ചെയ്യുന്നവ? HR ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇൻഡക്ഷൻ പ്രോസസ്സിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. HR മാനേജർ വിൽ ബി ഡൂയിങ് ദിസ് ഇൻഡക്ഷൻ പ്രോസസ് ഓർ എൽസ് ഇറ്റ് വിൽ ബി ഡൺ ബൈ എ HR റെപ്രസെൻറ്റേറ്റീവ്. ഒന്നില്ലെങ്കിൽ HR മാനേജർ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഈ ഇൻഡക്ഷൻ പ്രോസസ് ചെയ്യുന്നത്. ദെൻ ഹോൾ വിൽ ബി ഗെറ്റിംഗ് ദ ഇൻഡക്ഷൻ പ്രോഗ്രാംസ്. ആർക്കാണ് കിട്ടുന്നത് ഈ ഇൻഡക്ഷൻ എന്നുള്ളത്? മാനേജ്മെൻറ്റ് ട്രെയിനീസിന് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനീസിനായിരിക്കും ഇൻഡക്ഷൻ പ്രോസസ്സ് കിട്ടുന്നത്. Then through induction the industry can develop its own procedure. നമ്മുടെ നീഡ്സിനനുസരിച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് തന്നെ അവരുടെ പ്രൊസീജിയേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ദെൻ ടോപ്പിക്സ് കവേർഡ് ഇൻ ഇൻഡക്ഷൻ പ്രോസസ്. എന്തൊക്കെ ടോപ്പിക്സ് ആയിരിക്കും ഈ ഇൻഡക്ഷൻ പ്രോസസ്സിൽ കവർ ചെയ്യുന്നത്? ദേ വിൽ ബി കവറിങ് ഇൻട്രൊഡക്ഷൻ, ഓർഗനൈസേഷണൽ ഇഷ്യൂസ്, ജോബ് ഡ്യൂട്ടീസ് ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ പ്രോസസ്സിൽ കവർ ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ്, നമ്മുടെ ജോബിനെ കുറിച്ചെല്ലാം. സോ മൂവിങ് ഓൺ ടു ദ ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും വരുന്നത്? കമ്പനിയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ഡീൽ ചെയ്യും. ദെൻ നമുക്ക് അവിടെയുള്ള ഓരോ കീ എക്സിക്യൂട്ടീവ്സിൻ്റെയും നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ആവശ്യമാണ് അല്ലേ. സോ അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. ദെൻ പ്രൊബേഷണറി പീരീഡ്. എത്രയാണ് നമ്മുടെ ഈ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത്? അതിൻ്റെ സ്റ്റീഫൻ്റ് എത്രയാണ് ആ സമയത്ത്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ സമയത്തുള്ള ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. Then what are the products or services offered by the organization to the customers? കസ്റ്റമേഴ്സിന് എന്തൊക്കെ സർവീസസ് അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആണ് ഈ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരും. ദെൻ കമ്പനീസിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ തരും. ദെൻ അവിടെയുള്ള ഡിസിപ്ലിനറി പ്രൊസീജിയർ എങ്ങനെയാണ്, ഒരു ഇഷ്യൂ ഉണ്ടായിക്കല്ലേ എങ്ങനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷണൽ ഇഷ്യൂസിൽ ഡീൽ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബ് ഡ്യൂട്ടീസ് ആണ്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്? ജോബ് ലൊക്കേഷൻസ്, ജോബ് ടാസ്ക്, അതുപോലെ തന്നെ ജോബിൽ വരുന്ന സേഫ്റ്റി നീഡ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻസ്, ദെൻ ജോബ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ, ജോബിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ദെൻ ഈ ജോബ് എങ്ങനെ മറ്റുള്ള ജോബ്സുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജോബ് ഡ്യൂട്ടീസിൽ ഡിസ്കസ് ചെയ്യും. Then fourth one is employee benefits. എന്തൊക്കെയാണ് എംപ്ലോയിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ? അവരുടെ സാലറി, ദെൻ വെക്കേഷൻസ്, ഹോളിഡേയ്സ്, ദെൻ ട്രെയിനിങ് ടൈമിലുള്ള റവന്യൂസ്, ദെൻ ഇൻഷുറൻസ്, മെഡിക്കൽ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എംപ്ലോയി ബെനിഫിറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഇത്രയാണ് HR ഇൻഡക്ഷൻ. ഇത്രയാണ് HR ഇൻഡക്ഷൻ എന്നുള്ള പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ.